ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളിട്ട് ഷെയർ ചെയ്യുന്നത്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോ ഒന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു അപ്പം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെയ്ച്ചോറ് അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചരി നിങ്ങൾക്കിത് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരി 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. ഇപ്പോൾ അതാ ഞാനിതിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിൽ 1/2 കപ്പ് അവലെടുക്കാം. ഞാനിവിടെ വെള്ള അവലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ അവലും കൂടി ഒന്ന് കുതിർത്ത് വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ അരിയൊക്കെ ഒന്ന് നോക്കാം. അരി ഉലുവയൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഉലുവയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അരി ഉലുവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിയിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച അവൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനും പറ്റും. ഇനി നമുക്കിതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം കൂടി പോകാണ്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പം ഒട്ടും വെള്ളം കൂടി പോകാണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ബാറ്റർ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിത് മൂടി വെക്കാം. നമുക്കിനി മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റാണ് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. മാവ് നന്നായിട്ട് ഫെർമെൻ്റായി നല്ല രീതിയിൽ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് മാവ് ഓവറായിട്ട് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ തവയിലും ചുട്ടെടുക്കാം. ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. ഈ ഒരപ്പം നമുക്ക് കുറച്ച് കട്ടിയിലാണ് ചുട്ടെടുക്കേണ്ടത്. വല്ലാണ്ട് അങ്ങോട്ട് നൈസായി പോകരുത്. മാവ് ഒഴിച്ച ഉടനെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നിറയെ ഹോൾസ് വരാൻ തുടങ്ങും. ഇതുപോലെ നിറയെ ഹോൾസ് വന്നതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടകം വെച്ചിട്ട് ഇതൊന്ന് അടത്തിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നല്ല പഞ്ഞി പോലത്തെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് വെച്ചിട്ടും നമുക്കിതുപോലെ അപ്പം ചുട്ടെടുക്കാം. ഈ ഒരപ്പം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരപ്പം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. പിന്നെ നമ്മളിവിടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറിയോ ചട്നിയോ ഒന്നിൻ്റെ തന്നെ ആവശ്യം വരില്ല. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഇനോ ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പങ്ങളൊക്കെ ഇവിടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റാണെന്ന്. അപാര രുചിയാണിത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ.